ഈ ഒരു ദോശ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. വെൽക്കം ടു മൈ ഇമ്പൾസീവ് സീരീസ് ബാംഗ്ലൂർ എഡിഷൻ. അങ്ങനെ പപ്സ് കഴിക്കാൻ വന്ന ഞാൻ ഇന്ന് ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസത്തിലാണ്. ഇന്ന് എൻ്റെ മെയിൻ അജണ്ട നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞ് അടിപൊളി ഒരു ഷോപ്പിങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരിക ബാംഗ്ലൂരത്തെ മസാല ദോശയാണ്. കാരണം ദോശ തീരെ ഇഷ്ടമില്ലാത്ത എന്നെ ഒരു ദോശ ലവർ ആക്കിയത് ബാംഗ്ലൂരാണ്. സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് രാമേശ്വരം കഫേയിലേക്കാണ്. ഇവിടുത്തെ ദോശ ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകളില്ല, അത്രയും ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിന്റെ എസ്തറ്റിക്സ് ഒക്കെ കണ്ട് ഞാനൊന്ന് ചെറിയ സെൽഫി എടുക്കുമ്പോഴാണ് കണ്ടത് കാതിൽ കമ്മലില്ല. അപ്പൊ നമുക്ക് ഡേയുടെ രണ്ടാം പാർട്ടായ ഷോപ്പിംഗിലേക്ക് കടക്കാം. എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആയ ജയനഗർ ഫോർത്ത് ബ്ലോക്കിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. ചിക്പേട്ടും കമേഴ്ഷ്യൽ സ്ട്രീറ്റ്സ് ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര റഷും അതിലേറെ കൺഫ്യൂഷൻ ആണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. എനിക്ക് എല്ലാ ഐറ്റംസും ഒരു സ്ഥലത്ത് കിട്ടാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ് ജയനഗർ ഫോർത്ത് ബ്ലോക്ക്. ഇവിടെ നിങ്ങൾക്ക് ചെരുപ്പ്, ജ്വല്ലറി, കോസ്മെറ്റിക്സ്, ഡ്രസ്സ് എല്ലാം ഇവിടെ കിട്ടും. ഞാൻ വന്നത് ഒരു ദീപാവലി ദിവസമാണ്. അതിന്റെ സ്പെഷ്യാലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് ഒരു തെറപ്പി ആയിട്ട് എടുക്കണവർക്ക് അറിയാം, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് അഫോർഡബിൾ പ്രൈസസിൽ കുറേ കാര്യങ്ങൾ കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ്. അതുപോലെ ഞാനും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മുടെയൊക്കെ നാട്ടിലെത്താത്ത ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ജയനഗറിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് വാസ് വെരി അഫോർഡബിൾ ടു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ജയനഗർ ആണ്. ഡു വിസിറ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബാംഗ്ലൂർ എഡിഷൻ. സി യു ഓൺ നെക്സ്റ്റ്. ബൈ.